നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നിനക്ക് രക്ഷപ്പെടാൻ ഞാനൊരു അവസരം തരുമെന്ന് നീ കരുതണ്ട. അതിന് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ലല്ലോ. തന്നെയും തന്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ടേ ഞാൻ ഈ നാട് വിടൂ. ഇത് പ്രീതിയുടെ വാക്കാ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ നാടിനോടൊന്നല്ല, ഈ ലോകത്തോട് തന്നെ നീ വിട പറയും. നിന്റെ മോക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു എന്ന് തോന്നലുണ്ടായപ്പോ തന്നെ നിനക്ക് ഇത്രയും ദേഷ്യം തോന്നിയില്ലേ? എന്റെ മകള് മരിച്ചിട്ട് എനിക്കൊന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. അതിന്റെ കാരണക്കാരൻ നീയാ. എല്ലാ കണക്കുകളും തീർക്കാൻ നിന്റെ മകളെ ഞാനങ്ങ് തീർക്കട്ടെ. നീ അങ്ങനെ ചെയ്ത നിന്റെ ചിതയ്ക്ക് കൊള്ളിവെക്കാൻ ആരും ഉണ്ടാവില്ല ഗോപാല. ഇന്നലെ മുതൽ ഫോൺ ചെയ്യുമ്പോ സഞ്ജുവിനെ കിട്ടുന്നില്ലല്ലോ. അവൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് തനിക്ക് തോന്നിയില്ലല്ലേ? താനിങ്ങനെ എന്തെങ്കിലും തറ നമ്പറുകൾ ഇറക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവനെ ഞാൻ നേരത്തെ അങ്ങ് പൊക്കി. എന്റെ മോൾക്കൊരു പോറല് പോലും ഏൽക്കരുത്. അങ്ങനെ സംഭവിച്ച തന്റെ മോന്റെ കൈയും കാലും തലയൊക്കെ ഇൻസ്റ്റാൾമെന്റിലെ തനിക്ക് കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. നമുക്ക് തന്റെ ഗോഡൌണിൽ വെച്ച് കാണാം. എന്റെ മോളെയും കൂട്ടി താൻ അങ്ങോട്ട് വാ. ഞാൻ വരാം. അമ്മേ, മോളെ, അമ്മേ, അയ്യോ, മോളെ, അമ്മൂനെ രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. എനിക്കറിയാം അമ്മേ. ഇപ്പോ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അമ്മ റെസ്റ്റ് എടുക്കണം. ഞാൻ അമ്മൂനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം. ആ പ്രീതി, അവള് നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു നീ അറിയണം. എനിക്കെല്ലാം അറിയാം അമ്മേ. ഇല്ല മോളെ, നിനക്ക് പലതും അറിയില്ല. അവള് പറഞ്ഞ നുണക്കഥകളാ നമ്മളെല്ലാവരും വിശ്വസിച്ചത്. അവള് ചെയ്ത ദുഷ്ടതരങ്ങൾ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറം. അതെല്ലാം നീ അറിയണം. ഗിരി നിന്നെ ഒരു തരത്തിലും ചതിച്ചിട്ടില്ല മോളെ. പ്രീതി അവനെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. ഇത്രയും കാലം ചെയ്യാത്ത തെറ്റിന്റെ കുറ്റബോധവും മനസ്സിൽ കൊണ്ട് നടന്ന് ആ പാവം നേറുകയായിരുന്നു. മോളെ ഇനിയെങ്കിലും അവനോട് ക്ഷമിക്കണം. പ്രീതിയുടെ ലക്ഷ്യം നിങ്ങളുടെ ബന്ധം തകർക്കുക. അവളെ വിജയിക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. പ്രീതിയെ വിജയിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ചവളെ ഞാൻ വെറുതെ വിടില്ല.